ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ഇന്ന് മൈസൂർ പാലസ് കാണാൻ വേണ്ടി വന്നേക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉച്ചയോടെ മൈസൂർ എത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലഗേജൊക്കെ കൊണ്ട് ഹോട്ടലിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ പാലസ് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ബിടെക്കിന് പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. 2012 തോന്നുന്നു. അന്ന് വന്നതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പാലസ് കാണാൻ വേണ്ടി കയറി. ഈ ഒരു ആനയുടെ തലയുണ്ടല്ലോ, ഇത് പണ്ട് രാജാവ് വേട്ടയാടിക്കൊന്ന ഒരു ആനയുടെ തലയാണത്രേ. ഞാൻ പോയിട്ട് വന്നിട്ട് ചുമ്മാ മൈസൂർ പാലസിൻ്റെ ഓരോ വീഡിയോ കണ്ടപ്പോഴാട്ടോ ഞാൻ അതറിയുന്നത്. അതൊരു ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പാലസിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ പതുക്കെ കണ്ടുപോകാനുള്ളൊരു സമാധാനത്തോടെ കണ്ടുപോകാനുള്ളൊരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കുറേ ആ ഒരു കൊത്തുപണികളും അതുപോലെ ആ ഒരു ഗ്ലാസ്സിലൊക്കെ വെച്ചേക്കുന്ന ആ ഒരു പെയിൻറ്റിങ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ എല്ലാത്തിൻ്റെയും കുറേയൊക്കെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. എന്ത് ഭംഗിയാണല്ലേ എല്ലാം കാണാനായിട്ട്. ഹസ്ബൻഡും കുട്ടിയും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുമ്പോട്ട് പോയി. കാരണം തിരക്ക് കാരണം അവൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു വഴക്കായിരുന്നു. അങ്ങനെ അവർ രണ്ടും പെട്ടെന്ന് തന്നെ പോയി. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ കൂടെ ഇതെല്ലാം പതുക്കെ കണ്ടാണ് പോയത്. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, പാലസ് കാണാൻ വേണ്ടി വന്നിട്ട് നമ്മൾ പാലസ് നന്നായിട്ടൊന്ന് കണ്ടില്ലെങ്കിൽ പിന്നെന്താ അല്ലേ. ഇവിടെ നിന്ന് ആ ഒരു ജനലിൻ്റെ സൈഡിൽ നിന്ന് നടുക്കൂട്ട് നോക്കാനൊക്കെ നല്ല രസമുണ്ട്. എന്നാലും എന്ത് ഭംഗിയല്ലേ ആ ഒരു കൊത്തുപണികളൊക്കെ കാണാനായിട്ട്. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇത്രയും തിരക്ക് മാതിരി തിരക്കായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ ഇതുപോലത്തെ കണ്ണാടികൾ കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ കണ്ണാടികളുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു. രാജാകൊട്ടാരത്തിലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അത് വേറൊരു ഫീലിംഗ് ആണല്ലോ. കൊട്ടാരത്തിൻ്റെ കുറച്ചങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ വലിയ കണ്ണാടികൾ എല്ലാ മുക്കിനും മൂലയ്ക്കും ഉണ്ട്. ശരിക്കും വലിയ തെക്കും തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ സമാധാനത്തോടെ ഈ കൊത്തുപണികളും എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റണം. സത്യം പറഞ്ഞാൽ ഇന്ന് ചാച്ചൻ്റെ കൂടെ ഫ്രിഡ്ജ് മുമ്പിൽ പോയതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരിയെങ്കിലും ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കും അവൻ്റെ കൂടെ പോകേണ്ടി വന്നേനെ. ഓരോ ഏരിയയിലും വേറെ ഭംഗിയാണ്. ഇവിടെ കണ്ടില്ലേ എന്ത് രസമല്ലേ, ഒരു ലൈറ്റ് ഗ്രീനൊക്കെ കൊടുത്തിട്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കണ്ണാടി, ഒരു വാളിൻ്റെ സൈഡിൽ കണ്ടില്ലേ, ഒരു വലിയൊരു കണ്ണാടിയായിരുന്നു. അവിടെ നിന്നും ഫോട്ടോസ് എടുത്തു. കുറച്ചുകൂടെ നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരിങ്ങനെ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം നമുക്ക് അങ്ങനെ എപ്പോഴും അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ പാലസിൻ്റെ അകം ഓൾമോസ്റ്റ് കവറായി. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ എപ്പോഴേലും വരുമ്പം ഇവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസ് നല്ല രീതിയിൽ എടുക്കണം. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ആയിരുന്നു കേട്ടോ. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ, അങ്ങനെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു പാലസിലെ വിശേഷം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.